ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോളുടെ അംഗൻവാടിയിൽ നടന്ന സ്വാതന്ത്ര്യ പരിപാടിയുടെ വിശേഷങ്ങളാണ്. മോളിപ്പോൾ അംഗൻവാടിയിൽ പഠിക്കുന്നത് കൊണ്ട് അവരുടെ അംഗൻവാടിയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ ആഘോഷം കൂടിയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പരിപാടിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മോളെ അംഗൻവാടിയിൽ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. കഴിഞ്ഞ മാസമാണ് അവൾ പോവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓളെ അംഗൻവാടിയിൽ പോവല് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, സ്വാതന്ത്ര്യദിനത്തിന്റെ പരിപാടിയാണ് കേട്ടോ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ള ഉടുപ്പ്, അതുപോലെ തന്നെ മാല, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോൾ അതിന്റെ പൊലിവിലാണ്. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും മോൾക്ക് പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ ഇന്നിപ്പോ അംഗൻവാടിയില് ഇങ്ങനെ കൊടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടിയാണ് ഓള് പോണുള്ളത്. കാക്കാന്റെ മോനും ഉണ്ടായിരുന്നേ. എന്നാ പിന്നെ എല്ലാരും ഉണ്ടാവുമല്ലോ അംഗൻവാടിയില്. അങ്ങനെ പോവാണ്, ഓടിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ട്സാളൊക്കെ കണ്ടപ്പോ നല്ല രീതിക്ക് തന്നെ സന്തോഷമായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ അവിടെ ഇരിക്കുന്നില്ല. ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിലും കുട്ടികളൊക്കെ കരച്ചിലും പിടിച്ചിലും ബഹളങ്ങളൊക്കെ ആണ്. ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓർക്ക് അവിടുന്ന് കിട്ടിയതായിരുന്നു തൊപ്പി, അതുപോലെ തന്നെ പതാകയൊക്കെ ഓർക്ക് അവിടുന്ന് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലബിന്റെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടീച്ചേഴ്സും ചേച്ചിയും ഒക്കെ കൂടിയിട്ട് കുട്ടികളെ തലയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ മോളെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും തന്നെ ഇങ്ങനെ മക്കള് ഒരു കലാലയത്തിലേക്ക് പോയി തുടങ്ങുന്നതിനുള്ള ഫസ്റ്റ് എന്റെ പോകുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്. ഇപ്പം ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഓരോ കുട്ടികൾ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, മാഷാ അല്ലാഹ് എന്തൊരു പ്രൗഡാണ്. കാരണം എന്താ വെച്ചാൽ കരയുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾ ഇതൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറെ സമയമൊക്കെ അവിടെ നിന്ന് 9 മണിയൊക്കെ ആയപ്പോഴാണ് പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ഇറങ്ങി വന്ന് വരിക്കൊക്കെ നിൽക്കാൻ പറയുമ്പോഴൊക്കെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഉയർത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെല്ലുന്നുണ്ട്. അതിന്റെ കോൾ അതിന്റെ പറയുന്ന പോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ അംഗൻവാടിയിലെ ഒരു സ്വാതന്ത്ര്യദിന പരിപാടികള്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുട്ടായികളും അവർക്ക് കൊടുക്കും. അതൊക്കെയാണല്ലോ ഓരോ സന്തോഷം. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അംഗൻവാടിയില്. അംഗൻവാടിയിൽ നിന്ന് ഒരു മിഠായി കൊടുത്തതിന് ശേഷം പിന്നെ റാലി തുടങ്ങുന്നുണ്ടായിരുന്നു. റാലി കുറച്ച് ദൂരൊക്കെ, കുറച്ചെന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടായിരുന്നു നടത്തിയിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കുറച്ച് സ്ഥലത്താണെങ്കിലും കുഞ്ഞു മക്കളാണല്ലോ. എന്ന് പറയുമ്പോൾ ചൂടല്ല തണുപ്പാണെങ്കിലും മഴ പെയ്തില്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നടന്ന് ഇങ്ങനെ പോകുമ്പോ കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോ ഓരോ കുട്ടികളും ഇങ്ങനെ എടുക്കാൻ പറയുന്നുണ്ട്. മോൾക്കാണിങ്ങനെ ഒരുപാട് നടന്നൊന്നും ശീലമൊന്നും ഇല്ലെങ്കിലും ഇങ്ങോട്ട് എടുക്കാൻ പറയേ കരയേ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല കൂളായിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഈ പരിപാടികൾ. കാരണം പിന്നെ എന്ന് പറയുമ്പോൾ ഓർക്ക് സന്തോഷം എന്താന്ന് വെച്ചാല് ഓരിങ്ങനെ ഓരോ വീടുകളെ മുമ്പിൽ എത്തുമ്പോഴും അധികം വീട്ടിൽ നിന്നും മിഠായികളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണല്ലോ ഓരോ സന്തോഷം എന്ന് പറയുന്നത്. ഓരിങ്ങനെ പിന്നെ ചോദിക്കാൻ അടുത്ത വീട്ടിലെത്തുമ്പോ ഇവിടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ വിശേഷങ്ങൾ എന്ന് തൊപ്പി തലയിൽ വെക്കുക, കൊടി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ മോർക്ക് ഭയങ്കര അഭിമാനം കൂടിയാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ രക്ഷിതാക്കളൊന്നുമില്ല, കുട്ടികളൊന്നുമില്ല, എല്ലാവരും കൂടി റാലിയിലൊക്കെ പോയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ വരിവരിക്കനെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴും പിന്നെ ഇങ്ങനെ ക്യൂ നിൽക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ക്യൂവിൽ നിന്ന് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് ആഗസ്റ്റ് 15 മോളുടെ അംഗൻവാടിയിലെ സ്വാതന്ത്ര്യ പരിപാടിയുടെ വിശേഷങ്ങള്. എല്ലാ അംഗൻവാടികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ഇങ്ങനെ
അംഗൻവാടിയിലെ പരിപാടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.